നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് വെക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അർച്ചനയും കൂട്ടിക്കൊണ്ടുവരാം. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? മോനെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനിയും ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യമില്ലെന്നോ? എന്തായി പറയുന്നേ? അർച്ചന ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? സച്ചിയേട്ടാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നത് പിന്നെന്താ കള്ളമാണോ? മോനെ, നീ പറഞ്ഞത് കേട്ട് അനൂപ് ആശുപത്രി പോയി. അവിടെ എല്ലാം അന്വേഷിച്ചു. ഇനി അവിടെ അന്വേഷിക്കുന്ന ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നിട്ട് നീ കണ്ടത് അർച്ചനയൊന്നുമല്ല, അത് നിന്റെ തോന്നലായിരുന്നു. ഇതുപോലെയുള്ള തോന്നലുകൾ കൊണ്ടാ പലപ്പോഴും അബദ്ധം പറ്റുന്നത്. അല്ല അമ്മേ, തോന്നലല്ല, അത് അർച്ചന തന്നെ ആയിരുന്നു. മോനെ, അത് അവളല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അവള് അവിടെ തന്നെ കാണും. സച്ചിയേട്ടാന്നുള്ള അവളുടെ വിളി കേട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതാ. അപ്പോഴാ CA എന്നെ നീ കണ്ടത് അർച്ചനയായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴും അവൾ ആശുപത്രി തന്നെ കാണണ്ടേ? ഞാൻ അവിടുത്തെ എല്ലാ മുറികളും നോക്കി. അർച്ചന അവിടെ എങ്ങുമില്ല. ആരെ കണ്ടാലും അർച്ചനേട്ടത്തിയാണെന്നും പറഞ്ഞ് പിന്നാലെ പോയി തല്ലുവാങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ സച്ചിയേട്ടാ? എന്റെ ഊണിലും ഉറക്കത്തിലും അവളും കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം സത്യമാ. ഒരുപാട് തവണ അർച്ചനയാണെന്ന് കരുതി ഞാൻ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് അനുവേട്ട. പക്ഷെ ഇതങ്ങനെയല്ല. മോനെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കണ്ടത് അർച്ചനെ തന്നെയാ. സച്ചിയേട്ടാ, അനുപേട്ട പോയി അന്വേഷിച്ചല്ലേ, എന്നിട്ട് കണ്ടില്ലല്ലോ. ഇനി ഇതുപോലെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ സച്ചിയേട്ട കണ്ട് നിലവിളിച്ചുകൊണ്ട് അർച്ചനയെടുത്തി ഓടി വന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെയുള്ള അർച്ചനയെടുത്തി സച്ചിയേട്ട പോലീസ് പിടിച്ചോണ്ട് പോകുന്ന കണ്ടാൽ വെറുതെ ഇരിക്കോ? ആരൊക്കെ തടഞ്ഞാലും പിന്നാലെ വരില്ലേ?